ഹലോ അറിയില്ല. ഭയങ്കര സംഭവ വികാസങ്ങളാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്ക് നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. നമ്മുടെ എന്താ ഇന്നത്തെ വീഡിയോ? ഇവിടെ കുറെ സംഭവം നമ്മുടെ ഇൻട്രോ പകുതിക്കുന്നാണ് എടുക്കുന്നത്. അപ്പൊ ഇവിടെ കുറെ സംഭവ വികാസങ്ങളൊക്കെ നടന്നു. അതൊക്കെ എന്താന്ന് നിങ്ങൾക്ക് കാണണ്ടേ? അതെന്താന്ന് കാണണമെങ്കിൽ വീഡിയോ ഫുൾ ആയിട്ട് കാണുക. ഓക്കെ. ഹായ് ഗൈസ്, നമ്മൾ ഇന്ന് ഇവിടെ വന്നിരിക്കുന്നത് ഇവരോട് കുളിക്കാൻ വേണ്ടിയിട്ടാണ്. ഞങ്ങളിപ്പോൾ ഇങ്ങനെ ഇരുന്ന് ഇവരുടെ കുളിയൊക്കെ കാണുന്നു. കുറച്ച് കാലാവസ്ഥയൊക്കെ നോക്കിയിട്ട് വേണം ഇറങ്ങാനായിട്ട്. ഇത് തുവൽ പറയും. ഹലോ ഗൈസ്, അപ്പോൾ നമ്മൾ പുഴയിൽ കുളിക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ്, നേരത്തെ പറഞ്ഞ പോലെ. അപ്പോൾ ഇവർ കുറേ പേര് പുഴയിൽ ചാടി. നമ്മൾ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ചാടാൻ വേണ്ടിയിട്ട്. 2-3 പേരും കൂടി വരാനുണ്ട്, കുറച്ച് ഗസ്റ്റ് വരാനുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മൾ ചാടുന്നതായിരിക്കും. നമ്മൾ ചാടുമ്പോൾ കാണിച്ചു തരാം. നമ്മുടെ പുഴയിലെ വെള്ളമൊക്കെ ഏകദേശം കുറഞ്ഞു വരുന്നു അല്ലേ? ഒഴുക്കൊക്കെ കുറഞ്ഞു. അപ്പോൾ അവിടെയൊക്കെ കുറച്ച് ആളുള്ളൂ, ഞാൻ കാണിച്ചു തരാം. കണ്ടോ, വെള്ളമൊക്കെ കയറുമ്പോൾ ഇവിടെയൊക്കെ വെള്ളമായിരിക്കും. നമ്മൾ ഇരിക്കുന്നിടത്ത് ഫുള്ള് വെള്ളമായിരിക്കും. അത്രയ്ക്ക് വെള്ളം കയറുന്ന. നീ ഇവിടെ എത്ര കാലമായി? ഞാൻ ജനിച്ചപ്പോൾ ഇവിടെയാണ്. ഞാൻ ഇവിടെ വന്നിട്ടില്ല. ഞാൻ ചെറുപ്പത്തിൽ കണ്ടോ, അത് ഇവരാക്കിയ ചെങ്ങാടമാണ്. അതിലൊരാൾക്ക് ഒറ്റ ടൈം ഒരാൾക്ക് കയറിയിരിക്കാൻ പറ്റത്തുള്ളൂ. ഞങ്ങൾ ഇരുന്ന് കാണിച്ചു തരും. കുറച്ച് കഴിയുമ്പോൾ ഞങ്ങൾ കാണിച്ചു തരും. അപ്പോ ഞങ്ങളുടെ മൂത്താൻ വന്നിട്ടില്ല. മൂത്താൻ വന്നു കഴിയുമ്പോൾ നമ്മൾ ഇറങ്ങുന്നതാണ്. ചേച്ചി എവിടെയോ പോയിരിക്കുക. ചേച്ചി വന്നിട്ട് വേണം. ചേച്ചി പോയിരിക്കും. അപ്പൊ ചേച്ചി വന്നിട്ട് വേണം ഞങ്ങൾക്കും കൂടി ഇറങ്ങാൻ വേണ്ടിയിട്ട്. അപ്പൊ 3 പേര് വരാനുണ്ട് ഇനി. എന്നിട്ട് നമ്മൾ ഇവിടെ ഇങ്ങനെ അർമാദിക്കും അല്ലേ വാവച്ചി? നീ ഇറങ്ങൂലേ പുഴയില്? ഇല്ല, അതിന്റെ അടിയിൽ തണുപ്പാ. ഇവിടെ നല്ല കാറ്റാണ്. നോക്കി എന്ത് രസമായി കാറ്റത്തിരിക്കുക അല്ലേ? നല്ല ചൂടുള്ള ടൈമിൽ വന്നിട്ട് ഇവിടെ ഇറങ്ങണം. അപ്പം നല്ല രസമാണ്. നല്ലൊരു ആശ്വാസം കിട്ടും. ചൂടിൽ നിന്ന് നമുക്കൊരു രക്ഷയില്ലേ, അതേപോലൊരു സംഭവം കിട്ടും. നമ്മള് ഇതാണ് നമ്മുടെ ഉരുട്ടേരിപ്പുഴയല്ല, ഇതിന്റെ ഒറിജിനൽ പേര് കരിമ്പിപ്പുഴ, കുപ്പമ്പുഴ. എന്തോ പുഴയാ, നല്ല തെളിഞ്ഞ വെള്ളം. അതെന്താ വായിച്ച് കാണുന്നേ? അതാണ് കിൻഫ്ര. നമ്മൾ ഇവിടെ നിന്നിട്ട് വെള്ളം എടുക്കും. ഇവിടുന്ന് വെള്ളം എടുത്തിട്ട് ആൾക്കാർ പോയിട്ടാന്ന് തോന്നുന്നു ജപ്പാൻ കുടിവെള്ളത്തിലൊക്കെ വെള്ളം കൊടുക്കുന്നത്. എനിക്കറിയത്തില്ല സത്യത്തില്. മണ്ടത്തരാണെങ്കിൽ നിങ്ങൾ ക്ഷമിക്കണേ. അതെ, അങ്ങനെയല്ല, അങ്ങനത്തെ ഒരു സെറ്റപ്പ് ആണ്. പിന്നെ ഇത് ഭയങ്കര കുറച്ച് ഡേഞ്ചറസ് ആയ സ്പോട്ടാന്ന് തോന്നുന്നു. അവിടെ കുറേ പേര് മരിച്ചിട്ടുണ്ട്. അവിടെ ചുഴിയൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു. അതുകൊണ്ട് നമ്മൾ അങ്ങോട്ട് പോകില്ല. ഇതാണ് നമ്മുടെ പുഴ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഈ പുഴയിൽ പണ്ട് വന്ന, പക്ഷെ ഞാൻ മാത്രം നീന്തൽ പഠിച്ചില്ല. ഇവരൊക്കെ നീന്തൽ പഠിച്ചു. എന്തുകൊണ്ടാണെന്ന് എനിക്കറിയാം. അതുകൊണ്ട് അതൊക്കെ രക്ഷപ്പെട്ടു. ഇവിടെ കല്ലില്ല. എടി പെണ്ണി, ഇത് കൂർത്ത കല്ല. ഗൈസ്, നമ്മൾ അവിടെ നിന്ന് നമ്മള് ഈ പുഴ കടന്ന് നമ്മൾ ഇവിടെ എത്തി. ഇപ്പൊ നമ്മൾ ആരുടെ അടുത്തായി? ഇപ്പൊ നമ്മൾ ഇവരുടെ അടുത്തായി. ഗൈസിന് നിങ്ങൾക്ക് വേറൊരു സംഭവം കാണിച്ചു തരാം. നമ്മൾ ഈ പുഴയുടെ ഇക്കരെ വന്നിരിക്കുന്നു. ഇവിടെ നിഗൂഢമായ കുറെ കാര്യങ്ങളുണ്ട്. ഇത് കണ്ടോ, ഇവിടെ കുറെ കുപ്പിയൊക്കെ ഉണ്ട്. നമ്മൾ നമ്മുടെ പുഴയും പരിസരവും ഒക്കെ വൃത്തിയായിട്ട് സൂക്ഷിക്കണം. കണ്ടോ, ഇവിടെ ഈ മരം കണ്ടോ? നമുക്ക് വേണേല് ഈ മരത്തിന്റെ ഇവിടെ അത് കണ്ടോ, അവിടെ ഇരുന്ന് ഇങ്ങനെ ഊഞ്ഞാലാളല്ലേ വായിച്ചി? നീ കയറിയിരിക്കുന്നോ? ഞാൻ ആട്ടാ നിന്നെ. നമ്മൾ ആരെയും പെട്ടുപോയാൽ പോലും അറിയത്തില്ല. നിനക്കിതൊക്കെ കാണിച്ചു തരാമെന്ന് ഞാൻ വിചാരിച്ചു.
അക്കരമങ്കര. ഏത് ഇവിടെ ഉരുട്ടേരി ആകുമ്പോ ഇവിടെയാണ് അക്കരമങ്കര ആ സൈഡ് വരുന്നതെന്ന് തോന്നുന്നു. അപ്പൊ ഈ കാട് കടന്ന് നമ്മൾ പോണോ? അതായിരിക്കും നമുക്ക് പുതിയ പാലം വന്നിട്ടുണ്ട്. മങ്കരപ്പാലം. അതെ. ചുറ്റിപ്പോ അല്ലെങ്കിൽ ഇതിലെ ഇങ്ങനെ ഡയറക്റ്റ് വരാം, അല്ലെങ്കിൽ നമ്മൾ ചുറ്റിപ്പോണം. അതാണ് ഒരു റോഡ്. ഇത് റോഡാന്ന് തോന്നുന്നു. ഇവിടെ മൊത്തം പച്ചപ്പാണ്. നല്ല പ്രകൃതി രമണീയമായ സ്ഥലം എന്നൊക്കെ പറയാറില്ലേ, അതുപോലൊക്കെ വേണേൽ പറയാം. അതെ, ഞങ്ങളുടെ പ്ലേസ് ഓൾറെഡി പണ്ടേ പ്രകൃതി രമണീയമാണല്ലോ. നമ്മൾ കാത്തിരുന്ന 3 പേരിൽ 2 പേര് വരുന്നുണ്ട് ഗൈസ്. നമുക്ക് പുഴയിലോട്ട് ഇറങ്ങി നോക്കാം. അവരിനി ഇക്കരെ എത്തണം. ഇതാണ് വരേണ്ടതെന്ന് അറിയാതെ വഴിമുട്ടി നിൽക്കുന്ന ഉണ്ണിമോളെയാണ് നിങ്ങളിപ്പോ കാണുന്നത്. ഉണ്ണി ചേച്ചി അതിലേ കൂടി വാ, ആ കല്ലേ വിട്ടേ ഇറങ്ങിക്കോ. ഇവര് ചെളിയാക്കി ഇവിടെ. നിങ്ങളിപ്പോൾ കാണുന്നത് നീർനായേനെയാണ്. നമ്മുടെ ഇപ്പുറത്തെ സൈഡിലാണ്. അപ്പോൾ അപ്പുറത്തെ സൈഡിലേക്ക് നോക്കിയപ്പം നീർനായ അത് 1ഉം 2ഉം എണ്ണം ഒക്കെ ആയിട്ട് പുഴയിൽ കൂടി. ഞാൻ ആദ്യമായിട്ടാണ് നീർനായനെ കണ്ടപ്പോൾ നീർനായയുടെ പുറകെ പൊക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ കിട്ടും നീർനായനെ. എല്ലാവരും നീർനായയുടെ പുറകെയുള്ള നീർനായനെ കിട്ടിയോ? നീർനായനെ കണ്ടോ? ഞങ്ങൾ കണ്ടു. പുഴയിൽ നീർനായനെ കണ്ടു. ഒരു 1-2 അല്ല, ഒരു കുടുംബത്തോടെ ഉണ്ട്. നമ്മളതിനെ തപ്പി ഇറങ്ങിയേക്കാണ്. അവിടെ നീർനായുണ്ടോ ഡൽഹിയിലൊക്കെ? ഡൽഹി വെള്ളമില്ല, അപ്പോൾ നീർനായ നമ്മൾ ഇവിടെയൊക്കെ ആയിട്ടാണ് കണ്ടത് പണ്ടരത്തിനെ. ഇപ്പൊ കാണുന്നില്ല. ലരു പണ്ഡിതൻ പൂപ്പി ഇറങ്ങിയിട്ടുണ്ട്. അതെങ്ങനെ ഒന്ന് കാണിച്ചേ. വൈൽഡ് ഫോട്ടോഗ്രാഫർ ആ കല്ലിന്റെ അപ്പുറത്ത് ഒളിഞ്ഞിരിക്കുവായിരുന്നു എല്ലാവരും. ഈ കല്ലാണ് കഴിച്ചിരുന്നു. ഈ കല്ലല്ല, അപ്പുറത്തെ കല്ല്. കുഞ്ഞ ഇതാ ധൈര്യം സംഭരിച്ച് ഇറങ്ങുവാണ്. സാധാരണ സൗണ്ട് അല്ല, അതിനെന്താ നീർനായ എന്ന് പറയുന്നത് അറിയാമോ? ഈ സൗണ്ട് ഉള്ളതുകൊണ്ടോ? പൊപ്പി കല്ലെറിഞ്ഞ നീർനായനെ പിടിക്കാമെന്ന് വിചാരിക്കുന്നത്. എറിഞ്ഞിട്ടുണ്ട്. പേടിപ്പിക്കാൻ പോവാണ്. പീഡിപ്പിക്കാനല്ല, പേടിപ്പിക്കാൻ. ശരി, ഇപ്പൊ പേടിപ്പിക്കുന്നാണ് പറഞ്ഞേക്കുന്നത്. നമുക്ക് നോക്കാം. പോപ്പി പേടിച്ചു. എല്ലാ കുടുംബത്തിലും കാണത്തിലും എടുത്തത് അതാണവൻ. പുള്ളി പറഞ്ഞ വഴിയിലാണ് നടക്കാം ഉണ്ണിമോളെ. കുറച്ചേര് പുറകായിരുന്നുണ്ട്. പോപ്പിയൊക്കെയാണ് മെയിൻ. ധൈര്യശാലികൾ പെട്ടാണ് കുമാര്. നീർനായ ആക്രമണം കുളിമുടങ്ങി. പോപ്പിയുടെ കുളിമുടങ്ങി. അക്രമോ? വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫർ ജിസ്റ്റിൻ സണ്ണി അതിസാഹസികമായി നീർനായ കണ്ടുപിടിച്ചിട്ടുണ്ട്. ഗൈസ്, നമ്മുടെ കുറെ ഇതൊക്കെയാ ചെയ്തിട്ടുള്ള ഫുട്ബോൾ കളിക്കാനും. ഈ ഫ്രെയിം ഉണ്ട്, നല്ല രസമില്ല ഫ്രെയിം. പിന്നെ അവിടെ ഒരു ചൂണ്ടുണ്ട്, അത് അവനെ ഒന്ന് പൊക്കി നോക്കണം. അവിടെ പോകണമെങ്കിൽ നമ്മളെ പിടിക്കുകയും ചെയ്യും. കിട്ടുന്നില്ല മനസ്സിലാകെ.
ബാബുജി എന്താ അഭിപ്രായം? നിങ്ങളെ വെസ്റ്റ് ബോയ്സിന്റെ ഒരു സബ്സ്ക്രിപ്ഷൻ അതെ, തുടങ്ങാൻ പോകുന്ന ഇതാണ് സബ്സ്ക്രിപ്ഷൻ. ഫുള്ള് കണ്ടന്റ് ആണ്. ഒരാൾക്ക് ഓരോരുത്തർക്കും ഓരോ ചാനലാ. പലരുടെയും ടേസ്റ്റിനനുസരിച്ച് പല വീഡിയോസ് ഇനി അത് തരാൻ പറ അവരോട്. ഉണ്ണിമോളെ വെള്ളം വൃത്തിയല്ലാത്തോണ്ട് ഇറങ്ങുന്നില്ല. നീർനായ എങ്ങനെയാണ് പിടിക്കുക? നീർനായ കൂട്ടത്തോടെ നമ്മളെ കണ്ടില്ലേ, കൂട്ടത്തോടെയാണ് നിങ്ങൾ സഞ്ചരിക്കാറ്. അപ്പൊ കൂട്ടത്തോടെ അടിയിൽ കൂടെ വന്നിട്ട് ഇങ്ങനെ വന്നിട്ട് കേട്ടിട്ടില്ല. സിംഗിൾ ആയിട്ടൊന്ന് പിടിച്ചിട്ടുണ്ടോ? ഒറ്റയ്ക്കൊന്ന് പിടിച്ചോണ്ട് പോയിട്ടുണ്ടോ? ഒറ്റയ്ക്ക് വന്ന് പിടിച്ചോണ്ട് പോകുന്ന സാധനമാണ് നീർനായ വെള്ളത്തിന്റെ അടിയിൽ കൂടെ ചിലപ്പോ അതിന്റെ പുറകെ പോയി കാണും. അതായിരിക്കും നീർനായ വന്നപ്പോ അതിന്റെ പുറകെ പോയതായിരിക്കും. ഞാൻ അവിടെ എന്തൊക്കെ ഉണ്ടെന്ന് കാണാൻ പോയത്. അപ്പോഴല്ലേ നീർനായ കടിച്ചോണ്ടിരിക്കുന്നു. എനിക്കറിഞ്ഞൂടാ. എടി അതേടി അത് ഒരെണ്ണമല്ല വന്ന് വലിക്കുന്നേ. നമ്മള് കണ്ടില്ലേ കൂട്ടത്തോടെ ചിലപ്പോ കേറി പോയെ. അതുപോലെ കൂട്ടത്തോടെ വന്നിട്ട് പിടിച്ചോണ്ട് പോകും. സംശയമുണ്ട്. കേരളത്തിൽ തന്നെ ഇഷ്ടംപോലെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. റിപ്പോർട്ട് ചെയ്തേ കേരളത്തിൽ മനസ്സിലായില്ലേ? അവന്റെ മൊബൈൽ എടുത്തിട്ട് നീർനായ അല്ല. അപ്പൊ ഇവിടെ എങ്ങനെയാ? അതെ, കമന്റ് അച്ചു പറ, നീ പറ. നീർനായ നമ്മൾ എന്ത് ചെയ്യും? വന്നിട്ടില്ലടാ. ലൈക്ക് ചെയ്യും. തന്നെ നിങ്ങൾ ഇറങ്ങിങ്ങോട്ട്. ഞങ്ങൾ പറഞ്ഞ ആരോട് പോകണം. ഇവർക്ക് കൊടുത്തേടാ. ശിവമാരി നമ്മള് യൂസ് ഉണ്ടാക്കിയ മുളക് ചെയ്ത്. അപ്പൊ അതിനകത്ത് ഫുള്ള് കളിയും പരിപാടി. എന്നാ പോലെ നീർനായം പിടിച്ചാ പറഞ്ഞേ. ആ, നിനക്ക് അതിന്റെ നേക്കറിയാലോടാ. അല്ലേ ഗോപി? ഓഹോ, ഇപ്പൊ കേറി പോയതിനെ നീർനായതിനേക്കാളും നല്ല നീർനായ്ക്കളില്ല. കേറ നീ കേറുന്നുണ്ടോ? ആ, എന്നാ വാവച്ചീനെ കൊണ്ട് വണ്ടി പോകുന്നതായിരിക്കും. ബാബുജി എങ്ങനെയുണ്ട്? ബാബുജി എങ്ങനെയുണ്ട്? ഇല്ല, അങ്ങോട്ടെ. വാച്ചിനെ കൊണ്ട് പോയി കഴിച്ചു. വെള്ളത്തിലോട്ട് പോയി. എടാ ജിസ്റ്റിനെ ഓട്ടാ, ജിസ്റ്റിനെ പൊക്കോ. എക്സ്പീരിയൻസ് എങ്ങനെയുണ്ട്? അഡ്വഞ്ചർ ഒക്കെ കഴിഞ്ഞിട്ട് ഇപ്പൊ വരും. എനിക്ക് വെള്ളം പേടിയാ. വളക്കോടോ നിനക്ക് പോണമെന്നില്ല അങ്ങനെ? ഉണ്ണിമക്ക് വേണോ? ഇവരെന്നെ വെള്ളത്തിൽ തള്ളിയിടും. പക്ഷെ നല്ല രസമാടി പോവാന്. അത്രയും പേരില്ലേ? ഇല്ല, നീ കയറിക്കോ. ശവം കിട്ടുന്നുണ്ട്.
കരിക്കെടുത്തു ഗൈസ്, സ്രാവ് കരിക്കെടുത്തു. തൂലകര് നമുക്കറിയാം. അപ്പൊ നമുക്ക് പേടിയായിട്ട് നെഞ്ചൊക്കെ വേദനിക്കും. അടുത്ത തൂവല്. എടാ, ഇങ്ങള് കരുത്തിക്കൊണ്ടോ? കട്ടിക്കട്ടെ അല്ല വേണ്ട പോ. അതാ ജോലി പോവാണ്. അത് പറഞ്ഞു ഉറപ്പാ. വണ്ടി തിരിക്കടാ. കിട്ടിയോ? 85 ഇട്ടെടുക്കണം. നീ ഇപ്പൊന്നും അതല്ലേ കാണുന്നുണ്ടോ? എടാ ഫോട്ടോയ്ക്ക് വേണ്ടി 1 സെക്കൻഡ് അവൾ ഒറ്റയ്ക്ക് ഇരിക്കട്ടെ. വീട് വീടല്ലേ ചാവാ കിടന്നാണ് നല്ല ഫോട്ടോ. പണ്ട് ബ്ലസ്സിനെ കഴുത്തിലെടുത്തെറിഞ്ഞത് പ്രതികാരം അയ്യോ വെള്ളത്തിൽ പോയായിരുന്നു ഇങ്ങനെ കാലിങ്ങനെ തുണി എങ്ങനെയുണ്ട് എക്സ്പീരിയൻസ് എങ്ങനെയുണ്ട് കുഞ്ഞേ? വണ്ടർലാൻഡിലൊന്നും പോകേണ്ട ആവശ്യമില്ല. ഇതേപോലത്തെ കുറച്ചെണ്ണത്തിനെ കിട്ടിയാൽ മതി. അടുത്തുള്ള കയറ്റുള്ള പരിപാടിയാണ്.
ഉണ്ണിമോളെ കൊന്നു. ചേട്ടാ ഇപ്പൊ റേറ്റ് എത്രയാ? ഉണ്ണിമോള് കയറാൻ പോലെ കാവച്ചി എങ്ങോട്ട് പോവാ? മുങ്ങിപ്പോ ആഴവാ. അങ്ങോട്ട് പോലെ ആഴവാ. സീന ഭയങ്കര ആഭ്യന്തര ചർച്ചകളാണ്. ആഗ്രഹിക്കുന്നില്ല. ഇല്ലില്ല. നിങ്ങൾ എന്തെങ്കിലും പറയുന്നത് ഇപ്പൊ നിനക്ക് ചെയ്യാം. വീട്ടിൽ എന്തെങ്കിലും ഉണ്ണിമോളെ തിരിച്ചു ഉണ്ണിമോൾ ഹായ് പറയൂ. കൈ കുറച്ച് ആദ്യം ഉണ്ണിമോളെ കൈ കുറച്ച് ആദ്യം വെച്ചിട്ട് കൈ ചിരിക്കേ അടുത്ത വൈറൽ വീഡിയോ കമോ. അത് അവരെ ഞങ്ങളല്ല. നീ പറ 9 മണിക്ക് പോവാ. അവിടെ എന്തോ വലിയ കളിയാ. എന്താ നോക്കാറ് റാവുച്ചി എന്തെടുക്കുവാ? വീട്ടിൽ അമ്മയ്ക്ക് കൊണ്ട് കൊടുക്കാൻ മീനെ പിടിക്കാം. ഇന്ന് കറി വെക്കാൻ. ഉള്ള മീൻ മൊത്തം പോയി. എടി നിന്റെ ബാക്കിലാടി മീന് കണ്ടോ? ഓടിച്ചു വിട്ടേ. മീനെ പിടിക്കായിരുന്നു. അയ്യോ മുങ്ങിട്ട് പോക്ക്. പൊക്കം വെച്ചു ഗൈസ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പൊ പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും വരും. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ബെൽ ബട്ടൺ അടിച്ച് പൊട്ടിക്കണം.